തമ്മിൽ കൊടുത്തായിരുന്നല്ലോ ഈ വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, മോഡിഫൈ ചെയ്തതിന് ഫൈനല്ല. അതിന് കാരണം ഞാൻ ചുമ്മാ കൊടുത്തില്ല. അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് NS400 അല്ലെങ്കിൽ ഡൊമിനർ 400 ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷേ അതിലൊന്നും ഈ വണ്ടി തരുന്ന ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇവിടെയൊക്കെ എന്തോ ലൂസാണ്. വണ്ടി ഓടുമ്പോഴത്തേക്ക് ഒരു പോകുന്നില്ലെന്ന് വിചാരിക്കുക. എന്തായാലും നിങ്ങൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ കൈയെടുത്തെടുക്കരുത്. അഥവാ എടുത്താലും വണ്ടി ഓട്ടിക്കുന്ന ആൾക്ക് ഒത്തിരി ഒന്നും പറ്റാൻ പറ്റില്ല. പക്ഷേ ബാക്ക് ഇരിക്കുന്ന ആൾ ഉറപ്പായിട്ടും വെളിയിൽ പോവും. ഇപ്പോൾ പോയനല്ലേ മിക്കുള്ള ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു ഗ്രാബ് റെയിലൊക്കെ ആദ്യമേ ഊരി മാറ്റുന്നത്. ഈ ഒരു വണ്ടിയിൽ ഊരി മാറ്റുന്നത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് കഴിയില്ല. കാരണം ആൾ എന്തായാലും ബാക്കിൽ പോവും. ഹാർഡായിട്ട് ബ്രേക്കിംഗ് സമയത്ത് ഈ ഒരു ടെയിലൈറ്റ് ഫ്ലിക്കറായി ബാക്കിലുള്ളവരത് വാൺ ചെയ്യും. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ്സും ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവും. കാരണം നിങ്ങൾ ടയർ വല്ലതും പഞ്ചർ ചെറുതായിട്ട് തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് അത് സെൻസ് ചെയ്ത് അതിനുള്ള പരിമിതികൾ ചെയ്യാൻ പറ്റും. സോ ഗൈസ്, ദിസ് ഈസ് ദ TVS Apache RTR 310. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇതിൻ്റെ പ്രത്യേകത കൊണ്ട് ഈ ഒരു വണ്ടി മോഡിഫൈ ചെയ്യാൻ കഴിയില്ല. മോഡിഫൈ ചെയ്താൽ ഫൈനും അടിക്കാൻ പറ്റില്ല. അതൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറയാം. ഇതൊരു 312cc റിവേഴ്സ് ഇൻക്ലൈൻഡ് എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് പലർക്കും ഒരു സംശയം കാണും, ഈ ഒരു പ്രൈസ് ചേഞ്ചിൽ ഇതിനെക്കാട്ടി പവറുള്ള വണ്ടികൾ നിങ്ങൾക്ക് കിട്ടുമെന്ന്. എന്തുകൊണ്ട് ഈ ഒരു വണ്ടി എടുക്കണമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ കടി പവറൊക്കെ ഉള്ള വണ്ടി കിട്ടും. പക്ഷേ ഇതിൻ്റെ അത്രയും ഫീച്ചേഴ്സുള്ള വണ്ടി വരെ കിട്ടാൻ പോകുന്നില്ല. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഒരു പേപ്പറിലൊക്കെ എടുത്ത് എഴുതി വെച്ചിരുന്ന് വായിക്കേണ്ട രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിലുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് NS400 അല്ലെങ്കിൽ ഡൊമിനർ 400 ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷേ അതിലൊന്നും ഈ വണ്ടി തരുന്ന ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ബേസ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ബിൽറ്റ് ഓർഡർ വെർഷനൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഡൈനാമിക് പ്രോ കിറ്റ് ഇത് വേരിയൻറ്റ്. അതൊക്കെ ഒരു കിറ്റ് ഫെയറിങ്ങിനല്ല ഡിനോട്ട് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ തന്നെ ഒരു കോംബോ ഉണ്ട്. ഈ ഒരു ബേസ് വേരിയൻറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്രൂയിസ് കൺട്രോളും TFT ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ ഡൈനാമിക് കിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, പിന്നെ ബ്രാച്ച് ചേഞ്ച് പ്രോക്കറ്റൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ നല്ല സോഫ്റ്റാണ്. ഞാൻ കുറച്ച് ഓഫ് റോഡൊക്കെ ആരാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഒരു ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ചിലവരൊക്കെ പറയാൻ ലോങ് റൈഡ്സിലാണ് യൂസ് ആവുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ലോങ് റൈഡിലല്ല, ഷോർട്ട് റൈഡ്സിലും എല്ലാം യൂസ് ആവുന്ന ഒരു സാധനമാണ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. അതിന് കാരണം നിങ്ങൾ ടയർ വല്ലതും പഞ്ചർ ചെറുതായിട്ട് തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് അത് സെൻസ് ചെയ്ത് അതിനുള്ള പരിമിതികൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തന്നെ ഡൈനാമിക് പ്രോ കിറ്റ് ഉണ്ട്. അതിൽ വരുന്നത് ABS, കോർണറിങ്, ട്രാക്ഷൻ കൺട്രോൾ, കോർണറിങ്, ക്രൂയിസ് കൺട്രോൾ എല്ലാ സാധനവും വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സെയിം സാധനത്തിന് ഒരു ഹീറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റുകൾ വരും. ഇപ്പോൾ ഇതിലതില്ല. ആ ഒരു സാധനം വന്ന യൂസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് വെയിലത്താണ് വെച്ചേക്കുന്നത്. നല്ല ചൂടായിരിക്കും. നിങ്ങൾ വണ്ടി കയറി എടുക്കാൻ നേരത്ത് ചെറിയ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും. അപ്പോൾ ആ ഒരു സാധനം ഉണ്ടെങ്കിൽ വണ്ടി തണുപ്പിക്കാൻ പറ്റും. പിന്നെ ലോങ് റൈഡ്സിലൊക്കെ എത്രമാത്രം യൂസ് ആവുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. കാരണം ജാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് എത്രമായിട്ട് കിട്ടുമെന്ന് അറിയാൻ പറ്റും. കോർണറിങ് ABS, കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ, കോർണറിങ് ക്രൂയിസ് കൺട്രോൾ, ഈ ഒരു സാധനമൊക്കെ നിങ്ങൾ വേറൊരു വണ്ടിയിലും കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോർണറിങ് ABS അഡ്വഞ്ചർ 390 ഉണ്ട്. പക്ഷേ ഈ കോർണറിങ് ക്രൂയിസ് കൺട്രോളൊക്കെ നോർമൽ രീതിക്കാണെങ്കിൽ നിങ്ങൾ ക്രൂയിസ് കൺട്രോൾ ഓണാക്കി വണ്ടി ഓടിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ബ്രേക്ക് പിടിക്കുന്നത് അപ്പോൾ തൊട്ട് ക്രൂയിസ് കൺട്രോൾ ഓഫ് ആവും. പക്ഷേ കോർണറിങ് ആണെങ്കിൽ അത് താനേ സെൻസ് ചെയ്ത് നിങ്ങൾ ബ്രേക്ക് പിടിച്ചാലും കോർണർ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ക്രൂയിസ് കൺട്രോൾ ഓൺ ആവും. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ ബ്രേക്ക് ലിയേഴ്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു TFT ഡിസ്പ്ലേക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഓടിച്ച് വന്നപ്പോൾ ശ്രദ്ധിച്ചത്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് ഈ വണ്ടി. ഈ ഒരു വണ്ടി ബേസ് മോഡലാണ്. ഇത് ബിൽറ്റ് ഓർഡർ വെച്ചിട്ട് നിങ്ങൾക്ക് 2-3 വേരിയൻ്റ് എക്സ്ട്രാ വരും. ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഇപ്പോൾ വെയിൽ കുറവുള്ള സ്ഥലത്ത് കുറവായിരിക്കും. വെയിൽ കൂടുമ്പോഴത്തേക്ക് ഇത് താനെ കൂടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു TFT ഡിസ്പ്ലേ നിങ്ങൾക്ക് എല്ലാ സമയത്തും വിസിബിൾ ആയിരിക്കും. പിന്നെ എൻ്റെ ഹെഡ്ലൈറ്റിലോട്ട് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പലർക്കും തോന്നിക്കാണും ഇതിന് ഡ്യൂക്ക് 390 ആയിട്ടൊക്കെ ഒരു സിമിലാരിറ്റി. പക്ഷേ അതെനിക്ക് മുമ്പ് ഫോട്ടോയിൽ കണ്ടപ്പോൾ തോന്നി. പക്ഷേ ഇപ്പോൾ ഇതെനിക്ക് തോന്നുന്നില്ല. ഇതെനിക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അക്വാമാനിലൊക്കെ ഒരു വില്ലനുണ്ട്, അവൻ്റെ തല ഒന്ന് അടിച്ച് ചപ്പിച്ച പോലെ, ഇല്ലെങ്കിൽ നമ്മളെ കൊച്ചിലേക്ക് കളിക്കുന്ന കല്ലട വെക്കിയുടെ തലയൊക്കെ അടിച്ച് ചപ്പിച്ച് വെച്ചൊരു ലുക്കാണ് വരുന്നത്. വണ്ടി ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല. നിങ്ങൾ ഒരു പ്രാവശ്യം നേരിട്ട് വന്ന് കാണണം. ഇതെൻ്റെ കോളേജിലും ഡെമോൺസ്ട്രേഷനൊക്കെ വെച്ചായിരുന്നു. പക്ഷേ ദൂരെ നിന്ന് നോക്കിയപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ പോയി അടുത്ത് പോലും നോക്കിയില്ല. ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി ഒന്ന് ശരിയാക്കാൻ വേണ്ടി അൺഎക്സ്പെക്റ്റഡ് ഷോറൂം എന്ന പണി ഒരു വണ്ടി നേരിട്ട് കണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ലുക്ക് എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ ഒരു പക്ക ഫിനിഷ്ഡ് വണ്ടിയാണ്. ഒരു സൂപ്പർ ബൈക്കിനൊക്കെ പോലുള്ളൊരു ഫിറ്റ് ആൻഡ് ഫിനിഷോടെ ഈ വണ്ടി വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററൊക്കെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. അതൊക്കെ നല്ലൊരു വണ്ടി തന്നെയാണ്. പിന്നെ റേഡിയേറ്റർ നല്ല രീതിക്ക് ബിഗാണ്. പിന്നെ ഇതിൻ്റെ പവർ ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാട്ടി ഒരുപാട് കൂടുതലാണ്. നിങ്ങൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ കൈയെടുത്തെടുക്കരുത്. അഥവാ എടുത്താലും വണ്ടി ഓട്ടിക്കുന്ന ആൾക്ക് ഒത്തിരി ഒന്നും പറ്റാൻ പറ്റില്ല. പക്ഷേ ബാക്ക് ഇരിക്കുന്ന ആൾ ഉറപ്പായിട്ടും വെളിയിൽ പോവും. ഞാൻ ഈ വണ്ടി എടുത്തപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഷോറൂമിൽ ഒരു ചേട്ടൻ വന്നായിരുന്നു. ഞാൻ വണ്ടി കൈയെടുത്തെടുത്തപ്പോഴേ അങ്ങനെ താഴെ പോകേണ്ടതായിരുന്നു. പക്ഷേ ഈ ഒരു ഗ്രാബ് റെയിൽ ഉള്ളതുകൊണ്ട് ആണ് രക്ഷപ്പെട്ടത്. മിക്കുള്ള ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു ഗ്രാബ് റെയിലൊക്കെ ആദ്യമേ ഊരി മാറ്റുന്നത്. ഈ ഒരു വണ്ടിയിൽ ഊരി മാറ്റുന്നത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് കഴിയില്ല. കാരണം ആൾ എന്തായാലും ബാക്കിൽ പോവും. അമ്മാരൊരു പവർ കൈ കൊടുക്കുമ്പോഴേ ഉണ്ട്. പിന്നെ എൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനത്തെ റോഡിലാണ് ഫുൾ ഓടിച്ചത്. കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്കൊരു 6th ഗിയറിൽ നോർമൽ സ്പീഡ് ഒരു 60 മെയിൻറ്റെയിൻ ചെയ്ത് ഈ വണ്ടി നിങ്ങൾക്ക് കൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ ഇതിന് വേറെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അടിയിലത്തെ ബെൻഡ് വേപ്പിൻ്റെ കളറ് ഒരു വെറൈറ്റി കളർ തന്നെയാണ്, ബ്ലൂ. പിന്നെ ഈ ഹെഡിൻ്റെ കളർ തന്നെ ഒരു റെഡ്
ക്യാൻഡിഡേറ്റാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന് പ്രത്യേകത ഇതിൻ്റെ സസ്പെൻഷൻ പെട്ടെന്നൊന്നും ഡാമേജ് ആവില്ല. കാരണം ഇവിടെയായിട്ട് ഒരു മഡ് ഫെൻഡർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സസ്പെൻഷനിൽ പ്രത്യേകിച്ച് ചെളിയും കാര്യമൊന്നും അടിക്കില്ല. പിന്നെ ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ്സും ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവും. നമ്മളിപ്പോൾ നോർമലായിട്ട് വരുമ്പോഴത്തേക്ക് ചെറിയ ബ്രൈറ്റ്നസ് രാത്രിയാകുമ്പോൾ നല്ല രീതിക്ക് കൂടും. അപ്പോൾ തന്നെ മനസ്സിലാക്കാം എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണ് ഈ ഒരു വണ്ടിയെന്ന്. നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി ഒരുപാട് സോഫ്റ്റ്വെയർസും ഫീച്ചേഴ്സും ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് വണ്ടി. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടെയിലൈറ്റ് ഫ്ലിക്കറായി ബാക്കിലുള്ളവരത് വാൺ ചെയ്യും. അതിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ തന്നെ ഓടിച്ചുകൊണ്ട് വന്ന് ഹാർഡ് ബ്രേക്ക് ചെയ്യാൻ എടുക്കണമെങ്കിൽ വേറെ ഒരു സാഹചര്യത്തിൽ ഒന്നും എടുക്കേണ്ട രീതിയിലുള്ള സെറ്റപ്പ് എനിക്കില്ല. അതുകൊണ്ട് മാത്രം അത് നമുക്ക് വേണ്ട. പിന്നെ സൈലൻസർ നല്ല രീതിക്ക് ഹൈറ്റിലാണ് ഇരിക്കുന്നത് നോർമൽ വണ്ടിയെ കാട്ടി. അപ്പം അത്യാവശ്യം വാട്ടറൊക്കെ ലോഗ് ചെയ്തെടുക്കുന്ന സ്ഥലത്തൂടെ ആയാലും നിങ്ങൾക്ക് വണ്ടി ഓടിച്ചിട്ട് പോകാൻ പറ്റും. പിന്നെ ബ്രേക്കും പക്ക ക്രിസ്പായിട്ടുള്ള ബ്രേക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ ഈ ഒരു ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. കറക്റ്റ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഈ 2 ബ്രേക്കും ക്ലച്ചും എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ മുമ്പ് NS-ൻ്റെ റിവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞു ആ ഒരു പ്രൈസ് റേഞ്ചിൽ അതിനെക്കാട്ടി പോകത്തായിട്ടുള്ള വേറെ വണ്ടി ഇല്ലെന്ന്. ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് വേറെ പണിയൊന്നുമില്ല നിങ്ങൾ വിചാരിക്കും. അതൊരു കാര്യമുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിന് കാട്ടി വേറത്തായിട്ട് വണ്ടി ഇപ്പോഴും ഇല്ല. പക്ഷേ ഈ ഒരു ഇത്രയും സ്പെക്കും കാര്യങ്ങളൊക്കെ വെച്ച് ഈ പ്രൈസ് റേഞ്ചിലല്ല വേറെ ഇതിൻ്റെ അടുത്ത പ്രൈസ് റേഞ്ചിലൊന്നും നിങ്ങൾ വേറൊരു വണ്ടി കാണാൻ പോകുന്നില്ല. അതിനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു ബേസ് വേരിയൻ്റാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3,48,500. ഇതിൻ്റെ ഡൈനാമിക് കിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഒരു 18,000 അടുപ്പിച്ച് വരും. ഇത് തന്നെ ഡൈനാമിക് പ്രോ കിറ്റ് ആണെങ്കിൽ ഒരു 22 to 26. കറക്റ്റ് റേറ്റ് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. എന്തായാലും വരുന്നെങ്കിൽ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ആഡ് ചെയ്തേക്കാം. എനിക്കൊരു വണ്ടി നിങ്ങൾ സ്പെക്ക് നോക്കി എടുക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റ് ഒരിക്കലും എടുക്കില്ലെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ ഡൈനാമിക് കിറ്റ് അല്ലെങ്കിൽ ഡൈനാമിക് പ്രോ കിറ്റ് തന്നെ എടുക്കാൻ നോക്കണം. അപ്പോൾ തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വണ്ടിയിൽ കിട്ടും. ഇതിൻ്റെ ഡൈനാമിക് പ്രോ കിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാമെന്ന് വിട്ടുപോയാൽ ഇപ്പോൾ പറയാം എന്തായാലും. കാരണം ഇതിൽ റെയർ വീൽ ലിഫ്റ്റ് ഓഫ് സെൻസറും ഫ്രണ്ട് വീൽ ലിഫ്റ്റ് ഓഫ് സെൻസറും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫീച്ചർ ഇതിൽ കൊടുത്തേക്കുന്നത് ഒരിക്കലും ഈ ഒരു വണ്ടി ഫ്രണ്ട് ബാക്ക് പൊങ്ങുമെന്നുള്ളതുകൊണ്ടല്ല, പൊക്കാതിരിക്കാനായിരിക്കും. ഫ്രണ്ട് ബാക്കും പൊങ്ങേണ്ട രീതിക്കുള്ള പവറൊന്നും ഈ വണ്ടിക്കില്ല. പവറുണ്ട്, പക്ഷേ കൈ കൊടുക്കുമ്പോഴേ ഫ്രണ്ട് ബാക്ക് ഒരിക്കലും പൊങ്ങില്ല. നിങ്ങൾ മനഃപൂർവ്വം പൊക്കാൻ നോക്കിയാൽ മാത്രമേ ഈ ഒരു വണ്ടി പൊങ്ങൂ. ഞാൻ പറഞ്ഞില്ലേ ടെസ്റ്റ് ഡ്രൈവ് മിഷൻ. ഈ ഒരു വണ്ടി TVS ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി മാത്രം ഷോറൂമിൽ വെച്ചേക്കുന്ന വണ്ടിയാണ്. അതിനു മുന്നേ ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എന്ന വെഞ്ഞാറമ്മ TVSന് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. അവിടെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ നിങ്ങൾ വഴിയൊക്കെ പോകുമ്പോൾ വണ്ടി ഇരിക്കുന്ന കണ്ടാലും എടുത്തോ പിടിച്ചോ എന്ന് ചെന്ന് കഴിഞ്ഞാൽ വണ്ടിക്ക് ടെസ്റ്റ് ഡ്രൈവിന് കിട്ടില്ല. കാരണം ആ വണ്ടി ജസ്റ്റ് സെയിലിന് വേണ്ടി വെച്ചേക്കുകയാണ്. ടെസ്റ്റ് ഡ്രൈവിനായിട്ട് നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ മുൻകൂട്ടി അയച്ചാൽ മാത്രമേ വണ്ടി കിട്ടൂ. ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. കുറച്ച് മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അർബൻ, റെയിൻ, ട്രാക്ക് ആൻഡ് സ്പോർട്സ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു പവർ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ട്രാക്കിലും സ്പോർട്സിലും ആയിരിക്കും. അർബനിലും റെയിനിലോട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ABSൻ്റെ കാലിബ്രേഷനിലേക്കായിരിക്കും വ്യത്യാസം വരുന്നത്. ഇതൊരു 638 സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കംപ്രഷൻ റേഷ്യോയിലൊക്കെ മൈന്യൂട്ട് ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ എന്തായാലും മനസ്സിലാവാൻ പറ്റില്ല. പിന്നെ ഇതിലൊരു സൂപ്പർ മോട്ടോ മോഡ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് റെയർ വീലിൻ്റെ ABS ഓഫ് ചെയ്ത് പവർ ഫ്ലൈഡൊക്കെ ചെയ്യാൻ പറ്റും. തമ്മിൽ കൊടുത്തായിരുന്നല്ലോ ഈ വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, മോഡിഫൈ ചെയ്തതിന് ഫൈനല്ല. അതിന് കാരണം ഞാൻ ചുമ്മാ കൊടുത്തില്ല. ചുമ്മാ കൊടുത്തെന്ന് വെച്ചാൽ ഒരു ബൈക്കിന് വേണ്ടിയാണ് ഉറപ്പായിട്ടൊക്കെ കൊടുത്തത്. പിന്നെ ഇതിന് പ്രത്യേകത ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല. മിക്കുള്ള വണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ടെയിൽ കട്ട് ചെയ്യുന്നത്. ഇതിൽ ടെയിലേ കൊടുത്തിട്ടില്ല. ആ ഒരു നമ്പർ പ്ലേറ്റ് ഇവിടെയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തന്നെ അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. നമ്പർ പ്ലേറ്റ് അവിടെ നിന്ന് മാറ്റണമെങ്കിൽ ഇൻഡിക്കേറ്ററൊക്കെ മാറ്റാൻ വേണ്ടി കുറച്ച് ടാസ്ക് ആയിരിക്കും. കാരണം ഉയറിംഗ് ഒക്കെ ഈ ഒരു പോർഷനിലായിട്ടായിരിക്കും ഇതിന് വരുന്നത്. ഈ ഒരു വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. വേറൊരു കാര്യം മോഡിഫൈ ചെയ്യാൻ പറ്റും. ഫൈനലെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഇതിന് കമ്പനി തന്നെ ഒരു ടൂറിംഗ് കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നത് ബ്രേക്ക്, സാഡിൽ സ്റ്റേ, നക്കിൾ ഗാർഡ് ആൻഡ് വിൻഷീൽഡ്. ഈ ഒരു 4 സാധനം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൂറിങ്ങിനൊക്കെ പോയാൽ നിങ്ങൾക്ക് അതേ എടുത്ത് വെച്ചിട്ട് പോകാൻ പറ്റും. സ്റ്റോക്കായിട്ട് കമ്പനി തന്നെ പ്രൊവൈഡ് പാർട്ടായതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളോ ഫൈനോ ഒന്നും വരാൻ പോകുന്നില്ല. അതാണ് ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞത്. ഒരു ബൈക്കിൻ്റെ നിങ്ങൾക്ക് ഈ ഒരു TFT ഡിസ്പ്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൊബൈലിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ മീറ്ററിലെ എടുത്ത് പറയാത്തതിന് കാരണം ഈ ഒരു വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഈ ഒരു വണ്ടി എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണെന്ന്. അപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഓഡോമീറ്റർ, ടോപ്പ് സ്പീഡ്, റേഞ്ച്, ആവറേജ് മൈലേജ്, ലൈവ് മൈലേജ് എല്ലാ സാധനവും ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു കൺട്രോൾ ബോഡിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഞാൻ വണ്ടി ജസ്റ്റ് കയറി ഇരുന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഒരു വെറൈറ്റി ആയിട്ട് ഈ വണ്ടി സ്റ്റാർട്ടാക്കുന്ന രീതി എന്ന് വെച്ചാൽ ഈ ഓണാക്കണം. ഇവിടെയാണ് കിൽ സ്വിച്ച്, ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. കിൽ സ്വിച്ച് ഓഫാണ്. ഇപ്പോൾ കിൽ സ്വിച്ച് ഓണാണ്. സ്റ്റാർട്ടാണെങ്കിൽ ഇത്രയേ ഉള്ളൂ സ്റ്റാർട്ട്. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ചെറിയതിക്ക് ഇവിടെ നിന്നൊരു വൈബ്രേഷൻ ഉണ്ട്. അത് ഈ ഒരു ചെറിയൊരു പീസിൽ നിന്നാണ് വൈബ്രേഷൻ വരുന്നത്. ഇവിടെയൊക്കെ എന്തോ ലൂസാണ്. വണ്ടി ഓടുമ്പോഴത്തേക്ക് ഒരു പോകുന്നില്ലെന്ന് വിചാരിക്കുക. എന്തായാലും ഇനി ഓടിച്ച് സംസാരിക്കാം. ഓക്കെ ഗൈസ്, എൻ്റെ ഗ്രാബ് റെയിലൊക്കെ ഊരിക്കളയില്ലെന്ന് ഞാൻ ഫണ്ടിന് വേണ്ടി പറഞ്ഞതല്ല. സെക്കൻഡിലും തേർഡിലോട്ടൊക്കെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ പില്യൻ തെറിച്ച് പോവും.
ഞാനിപ്പോൾ ഇട്ട് കാണിക്കാത്തത് ആ ചേട്ടൻ 2-3 പ്രാവശ്യം വീഴാൻ പോയി ഇന്നെ തലയിടാൻ താല്പര്യത്തുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ റോഡ് കുറേ ഓടിച്ചിട്ടുണ്ടെന്ന്. സസ്പെൻഷനൊക്കെ നല്ല രീതിക്ക് കംഫർട്ടബിളാണ്, അതിലൊന്നും പ്രത്യേകിച്ച് ഒരു കുഴപ്പവും പറയാനില്ല. ഈ ഘട്ടമൊക്കെ ഞാൻ ഇറങ്ങുന്നത് അറിയാൻ പോലും വയ്യ സീരിയസ് ആയിട്ട്. ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി പക്കാ നൈസായിരുന്നതിന്. അഡ്ജസ്റ്റ് സസ്പെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റിനനുസരിച്ചും നമ്മുടെ പ്രിഫറൻസിനനുസരിച്ചും നമുക്ക് ആ ഒരു കാര്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. പിന്നെ ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 15 കിലോമീറ്ററോ അല്ല 10 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. അതും ഇതേപോലെ ഒരു ഡെഡ് ട്രാഫിക്കിൽ ഓടുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഓടിച്ച് വന്നത്. എങ്കിലും വണ്ടി ഒരു ഫസ്റ്റിലൊക്കെ ഇട്ട് കുറച്ച് ഓടിക്കുമ്പോൾ ചെറിയ രീതിക്ക് ഹീറ്റ് ആവുന്നുണ്ട്. അത് വണ്ടിയൊന്നും റണ്ണാകുമ്പോഴത്തേക്ക് ആ ഹീറ്റ് അപ്പോൾ തന്നെ മാറുന്നുമുണ്ട്. ഞാൻ ഒരു ട്രാഫിക്കിൻ്റെ ഒരു സെയിം ഫീൽ ക്രിയേറ്റ് ചെയ്യാനാണ് ഇങ്ങനത്തെ റോഡിലൂടെ വണ്ടി എടുത്തുകൊണ്ട് വന്നത്. ഇപ്പോൾ ഈ ബൈക്ക് കുറച്ച് ഷെയ്ഡൊക്കെ ഉള്ള ഏരിയയിൽ കൂടി തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ TFTയുടെ ബ്രൈറ്റ്നസ് കുറവാണ്. ഇത് തന്നെ ഞാൻ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് സ്ഥലത്തോട് ഇറങ്ങുമ്പോഴും എനിക്ക് TFT നല്ല രീതിക്ക് വിസിബിൾ ആണ്. പിന്നെ ഈ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യമേ കൈയോടുത്തെടുക്കരുത്. ആദ്യമേ കൈയോടുത്തെടുത്താലും ഓട്ടിക്കുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെങ്കിലും ബാക്കിലത്തെ ആൾ തിരിച്ച് വീടെത്തുമ്പോൾ കാണില്ല. ഇപ്പോൾ പോയനല്ലേ പിടിച്ചാ ഈ ഒരു വണ്ടി കയ്യിൽ നിൽക്കാത്ത അത്ര പവറൊന്നും ഇല്ലെങ്കിലും എടുക്കുന്ന ഒരു 2 ദിവസം അർബനിലോ റെയിനിലോട്ട് ഓടുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ആ ചേട്ടൻ ഇപ്പോൾ ഫോൺ കൈ പിടിച്ച് ഇപ്പോൾ താഴെ പോകേണ്ടായിരുന്നു. ഓടിക്കുന്ന ആൾ കുഴപ്പമൊന്നുമില്ലെങ്കിലും ബാക്കിലിരിക്കുന്ന ആൾക്ക് നല്ല രീതിക്ക് ടാസ്ക്കാണ്. ആദ്യത്തെ കുറച്ച് ദിവസം ഇതിൻ്റെ ഓണറൊന്ന് വണ്ടി ഓടിച്ച് പരിചയപ്പെടുന്ന വരയ്ക്കേ ഉള്ള ആ ഒരു ഇത്. പിന്നെ ഇത് ടൂറിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി അത്യാവശ്യം നൈസാണ്. കാരണം ഞാനിപ്പോൾ വണ്ടിക്ക് അകത്ത് കുഴിഞ്ഞിരുന്നിട്ട് ഹാൻഡിൽ നല്ല രീതിക്ക് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പം കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ലോങ് പോയാലും വലിയ സീനില്ലെന്ന് തോന്നുന്നു. പിന്നെ ബ്രേക്കൊക്കെ ഈ ഒരു വണ്ടിയിലെ പിടിച്ചെടുത്തേണ്ട ബ്രേക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. എനിക്ക് ഇൻഡിക്കേറ്റർ ഇടാൻ ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെയാണ് പിടിക്കുന്നത്. അത് എൻ്റെ വണ്ടിയിൽ ഇവിടെ ആയിരിക്കുന്നതായിരിക്കും. ഇൻഡിക്കേറ്ററിൻ്റെയൊക്കെ ഓപ്ഷന് ചെറിയ രീതിക്ക് ഒരു വ്യത്യാസമുണ്ട്. ഇതിൽ ഞാൻ മിസ് ചെയ്യുന്ന ഒരേ ഒരു സാധനം ക്വിക്ക് ഷിഫ്റ്ററാണ്. ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ കാണിച്ചു തരാം. ഫുൾ ത്രോട്ടിലിങ്ങ് പിടിച്ച് വെച്ചിട്ട് ടക്കേ എന്ന് പറഞ്ഞ് മാറിപ്പോകാന്നു. ക്ലച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കത് ഡ്യൂക്ക് ഡ്യൂഷി ജെൻട്രി ഓടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എല്ലാവരും പറയുന്നത് ഈ ആറ്റത്ത് ഇട്ടാൽ കുറച്ചുകൂടെ അതിനെക്കാട്ടി സ്മൂത്തായിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്റർ ആണെന്നാണ്. പക്ഷേ ഈ ബേസ് വേരിയൻറ്റിൽ അതില്ലാത്തതുകൊണ്ട് ഓടിക്കാൻ പറ്റാത്തത്. ഇതൊരു പക്ക ടെസ്റ്റ് ഡ്രൈവിന് മാത്രം വെച്ചേക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് ബേസ് വേരിയൻറ്റ് തന്നേക്കുന്നത്. ഇനി ഇതിൻ്റെ മിറേഴ്സാണ് എനിക്കൊന്ന് വിസിബിലിറ്റി ഉണ്ടെങ്കിൽ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേ കണക്ക് വെൽഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, വണ്ടി എടുക്കുന്ന ആദ്യത്തെ ഒരു ഫ്യൂ വീക്സ് നിങ്ങൾ അർബനിലോ റെയിനിലോ ഇട്ട് ഓടിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു വണ്ടിക്ക് കൈ നിൽക്കാത്തത്ര പവറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ബാക്കിരിക്കുന്ന ആൾ തെറിച്ച് പോകുന്ന എനിക്ക് നല്ലൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഓടിക്കാൻ ഈ ഒരു പവർ മോർ ദാൻ ഇനഫ്. ഇനി ഈ ബാക്കിരിക്കുന്ന ആൾ തെറിച്ച് പോകുന്നു എന്തുമാത്രം ഉണ്ടെന്ന് ഞാൻ ചുമ്മാ തള്ളി വെച്ചല്ല. അത് കാണിക്കാൻ വേണ്ടി ഞാൻ വണ്ടിയുടെ ബാക്കിൽ ഇരുന്ന് കുറച്ച് നേരം കാണിച്ചു തരാം. ഞാൻ ബാക്കിൽ ഇരുന്നിട്ട് ആൾ താഴെ പോയില്ലെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും ഞാൻ അപ്ലോഡും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ടയർ എനിക്ക് തോന്നുന്നു റോഡ് 5 ആണെന്ന് വരുന്നത്. നല്ല രീതിക്ക് ഗ്രിപ്പുണ്ട്. സ്റ്റോക്കായിട്ട് തന്നെ ഇത്രയും നല്ല ടയറൊക്കെ വരുന്ന വേറൊരു വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. ഈ ഒരു TFT ഡിസ്പ്ലേ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള സെറ്റപ്പ് എനിക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാത്തത്. നിങ്ങളങ്ങനെ എടുക്കുന്നെങ്കിലും ഇതിൻ്റെ ഒരു ഡൈനാമിക് പ്രോക്കറ്റിലും എടുക്കണം. കാരണം ഈ ട്രാക്ഷൻ ട്രാക്ഷൻ കൺട്രോൾ, കോർണറിങ് ABS, കോർണർ ക്രൂസിങ് കൺട്രോൾ അതൊക്കെ ഒരു സേഫ്റ്റി ഫീച്ചറാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സത്യം പറഞ്ഞാൽ നിങ്ങൾ വണ്ടി ചുമ്മാ കയറുന്ന തോട്ടിൽ മാത്രം കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു വണ്ടി റിവ്യൂ കാണുന്ന വീട്ടുകാരെങ്കിലും മക്കൾക്ക് എടുത്തു കൊടുക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഒരു ഡൈനാമിക് പ്രോക്കറ്റുള്ള വണ്ടി തന്നെ എടുത്ത് കൊടുക്കണം. അതാകുമ്പോൾ അതിൽ ഫ്രണ്ട് വീലും ബാക്ക് വീലും പൊക്കാൻ പറ്റില്ല. അവന്മാർ അടങ്ങി അത് ഓടിച്ചിട്ട് നടന്നോളും. വേണമെങ്കിൽ ആ സൂപ്പർ മോട്ടോ മോഡിട്ട് ബാക്ക് വീലൊന്ന് സ്ലൈഡ് ചെയ്യാൻ മാത്രമേ പറ്റൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുത്ത് കൊടുത്താൽ കൊള്ളാം. ഇതൊക്കെ ജസ്റ്റ് എൻ്റെ ഒരു അഡ്വൈസാണ്. പിന്നെ വേണമെന്നുള്ളവർക്ക് പൊക്കാതിരിക്കാം. എനിക്ക് വണ്ടിയൊന്നും ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെയൊക്കെ എടുക്കാനും വണ്ടി പക്കാ സ്മൂത്താണ്. ഞാൻ വണ്ടി എടുത്ത് ഓടിച്ചിട്ട് അതിന് എൻ്റെ കൈക്കനുസരിച്ച് വണ്ടി വഴങ്ങി വരുന്നുണ്ട്. പിന്നെ വണ്ടി ഇപ്പോൾ തന്നെ ഓവർടേക്ക് ചെയ്താലും ഫ്ലിക്ക് ചെയ്ത് കയറാനും ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് എവിടെയെങ്കിലും ഒന്ന് ഓടിക്കണമെന്ന് തോന്നിയാലും പവർ അവിടെ തന്നെയുണ്ട്. ഈ ഒരു 6th ഗിയറിൽ 50 വരെ മിനിമം സ്പീഡ് പോകും. അത് കഴിഞ്ഞ് എഞ്ചിൻ ചെറുതായിട്ടെങ്കിലും ജർക്കിങ്ങിൽ തുടങ്ങും. അങ്ങനെ പോയാലും അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടിന് 52 അവിടെ നിന്ന് കൈ കൊടുത്താലും വണ്ടി പ്രത്യേകിച്ച് ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ കയറി വരുന്നുണ്ട്. ഗിയർ ബോക്സൊക്കെ പക്ക ബട്ടറി സ്മൂത്താണ്. അതിലൊന്നും പറയാനൊന്നുമില്ല. പുതിയ വണ്ടി ആയതുകൊണ്ടായിരിക്കും ചെറുതായിട്ടൊന്നും ബ്രേക്കിങ് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഒരുപാടൊന്നും കൈ കൊടുത്ത് പിന്നെ ഈ ഒരു വണ്ടി കൈ കൊടുത്ത് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഈ ഒരു വണ്ടി അവരിനി സെയിലാക്കാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി മാത്രം ഒതുക്കി വെച്ചേക്കുന്നൊരു വണ്ടിയാണ്. മിക്കുള്ള ഷോറൂമിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വണ്ടി വരുമ്പോൾ ഈ ഒരു മീറ്ററിങ് കാര്യങ്ങളൊക്കെ അയച്ചിട്ട് തരും. എന്നിട്ട് ആ വണ്ടി ആരെങ്കിലും തലയിൽ അടിച്ച് ഏൽപ്പിക്കാറാണ് പതിവ്. പക്ഷേ ഇവന്മാർ ചെയ്യുന്നത് അങ്ങനെയല്ല.
അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് വരുന്ന വണ്ടിയിൽ ABS പോലും വർക്ക് ആവാറില്ല. പക്ഷേ ഈ ഒരു വണ്ടിയിൽ മീറ്ററൊക്കെ പക്ക കണക്കിലാണ്. ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളെന്ന്. ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി മാത്രം TVS ഒരു വണ്ടി ഒതുക്കി വെച്ചേക്കുകയാണ്. അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവിനെ കൊടുത്ത് തുലഞ്ഞ വണ്ടി ഏതെങ്കിലും പാവപ്പെട്ടവരുടെ തലയിൽ മിക്കുള്ള ഷോറൂമാരും കെട്ടിവെക്കും. അതൊക്കെ കുറച്ച് ഉടായിപ്പ് പരിപാടിയാണ്. ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഇരുന്നാൽ എന്തുമാത്രം ടാസ്ക് ആണെന്നൊന്ന് കാണിച്ചു തരാം. ചേട്ടൻ വണ്ടി എടുത്തോ, ഞാൻ ബാക്കിൽ ഇരുന്ന് കാണിച്ചു തരാം. താഴെ പോവില്ലെന്ന് വിചാരിക്കുന്നു. എടുത്തോ ബാക്കിലിരിക്കാൻ എനിക്ക് വേറൊരു ആവശ്യമുണ്ടായിരുന്നു. ബാക്കിലത്തെ സീറ്റിൻ്റെ കംഫർട്ട് എങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടി. ബാക്ക് സീറ്റിൽ ആ ഒരു പ്രൊജക്ഷനൊക്കെ ഇരിപ്പുണ്ട്. അതത്ര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. ഒന്ന് കൈ എടുത്തെടുത്താണ്, തെറിച്ച് പോകുന്നുണ്ട്. ഒന്നുകൂടെ കൈ എടുത്താണ് ഗേസ്. ആ കാരിയർ ഉണ്ടെങ്കിലും അതിൽ പിടിച്ചിരുന്നാലും നിങ്ങൾ താഴെ പോകും. ആളെ പുറത്ത് തന്നെ പിടിക്കേണ്ടി വരും. ഞാൻ തെറിച്ച് പോകുന്നത് നിങ്ങൾക്ക് എന്തുമാത്രം കാണാൻ പറ്റുമെന്നറിയില്ല. വീട്ടുകാരെയൊക്കെ കൊണ്ട് ഈ ഒരു വണ്ടിയിൽ പോയി വണ്ടി എടുത്ത കുറച്ച് നാളത്തേക്ക് ടാസ്ക് ആയിരിക്കും. കുറച്ച് നാൾ നിങ്ങൾ വണ്ടിയൊന്ന് ഓടിച്ചൊന്ന് പഴകിക്കഴിഞ്ഞാൽ വീട്ടുകാരെ കൊണ്ടുവരുന്ന വലിയ സീനിലെന്ന് തോന്നുന്നു. ഈ വണ്ടി ബാക്കിലോട്ട് എന്നെ വലിക്കുന്ന വലിയിൽ തിരിച്ച് ആക്സിലേറ്റർ വിട്ട് അടുത്ത ഗിയർ മാറുന്നത് എൻ്റെ തലേന്ന് നേരെ ഫ്രണ്ടിലെ ഹെൽമെറ്റ് ഇടിക്കും. ആ ഒരു രീതിയിലെ വലിയാണ് ഈ വണ്ടിക്കുള്ളത്. ഒന്നുകൂടെ കൈ എടുത്താൻ ട്രൈ. കാല് വെച്ച് നല്ലതായിരിക്കും ഹഗ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ബാക്കിലുള്ള ആൾ വീടെത്താൻ വേണ്ടി വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി തിരിച്ച് ഞാൻ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഇരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ബാക്ക് സീറ്റ് ഒട്ടും കംഫർട്ടബിൾ അല്ല. പിന്നെ ഈ ഒരു സാധനം നല്ല ഹാർഡാണ്. ഇതിലിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഹാർഡ് തോന്നും. പിന്നെ ചില ആംഗിളിലൊക്കെ ഇരുന്നാൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും. അതിന് ഞാൻ എടുത്ത് പറയണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കേണ്ടി വരും. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ സിൻസിയറായിട്ട് ഈ ഒരു റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നതൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസ് കൂടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കറക്റ്റ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ടെസ്റ്റ് ഡ്രൈവിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ബൈ ബൈ.